ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോളിയുടെ എക്സാം ആയില്ലേ, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം ആയി. അപ്പോൾ കുറേ പേര് പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോൾ പോളിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പോളിയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നും എങ്ങനെ പഠിച്ച് നമുക്ക് സിമ്പിളായിട്ട് പാസ്സാകാം, അതാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2021 റിവിഷൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുറച്ചുകൂടി ബേസ് അവിടെ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2021, 22, 23 ഈ 3 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പാസ്സാവാം. അറിയാലോ, നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. അത്യാവശ്യം കളിച്ചിട്ടുണ്ടാവില്ലേ? അതായത് എന്താ പറയുക, തുടക്കം മുതലേ പോളിയിൽ ജോയിൻ ചെയ്ത് മുതലേ നമ്മൾ ടീച്ചേഴ്സ് പറയുന്നതൊന്നും കേൾക്കാറില്ല. ഞാൻ പോളിയിൽ പഠിപ്പിച്ച അനുഭവം കൊണ്ട് പറയണേ. നമ്മൾ എന്ത് ചെയ്യും, ചുമ്മാ അങ്ങനെ കറങ്ങി നടക്കും. അവസാന എക്സാമിൻ്റെ ടൈമിലാണ് നമ്മൾ പഠിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എക്സാം ടൈമിൽ, അവസാന ടൈമിൽ നമ്മളിപ്പോൾ എങ്ങനെ പാസ്സാകാം, എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് S1 മാത്സ്, അതായത് പോളിടെക്നിക്കിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്സ് പാസ്സാവാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നമുക്ക് വരാവുന്ന ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാവുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. കോംപ്ലക്സ് നമ്പറിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ കിട്ടും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 2 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ ഏകദേശം 14, 3, 17, 18 മാർക്ക് ഇപ്പോൾ തന്നെ കിട്ടി. നമുക്കറിയാലോ, നമുക്ക് ജയിക്കാൻ 30 മതി അല്ലേ. അപ്പോൾ 30 എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കോംപ്ലക്സ് നമ്പർ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. കൂടുതൽ നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് പോലെ ഇനിയുള്ള എല്ലാ ദിവസവും തരുന്ന വീഡിയോസ് അതുപോലെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രാവശ്യം പാസ്സാവാൻ പറ്റും. ഓക്കെ, ഒന്നും ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ, ഒന്നുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്കോട് കൂടി, ഫുൾ മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റും കേട്ടോ. അപ്പോൾ തുടങ്ങല്ലേ. ഇന്ന് നമ്മൾ നോക്കുന്നത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഈ 3 വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിന്റെ ബേസ് ഉള്ള വീഡിയോസ് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാക്കിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ തുടക്കത്തിലുള്ള ബേസ്, എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ എന്നുള്ള മൊത്തം ബേസ് ഞാൻ പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. ഇപ്പൊ തൽക്കാലം ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ആണേ. ഓക്കെ അല്ലേ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. എന്തായാലും നമുക്ക് പൊളിക്കാം. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ ചോദിക്കുന്നത് എന്താണ് കോംപ്ലക്സ് നമ്പർ എന്നാണ്. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ, ഞാനത് ഗ്രാഫൊക്കെ വരച്ച് ബേസ് ക്ലാസ് പറയുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം അതിലേക്കൊന്നും പോകുന്നില്ല. അതായത് എ നമ്പർ ഓഫ് ദി ഫോം, കറക്റ്റ് ഡെഫിനേഷനിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ വന്നതെന്നുള്ളതൊക്കെ ബേസ് നിങ്ങൾ ബാക്കിന്റെ ക്ലാസ്സിൽ കണ്ടോളൂ. അങ്ങനെ താല്പര്യമുള്ളവർ അത് കാണാം. ഓക്കെ, ജസ്റ്റ് പാസ്സാവുന്നുള്ളത് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ പോളിടെക്നിക്കൽ കുട്ടികൾക്ക് വേണ്ട കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല. എ നമ്പർ ഓഫ് ദി ഫോം ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഐ. ഈ ഫോമിൽ എഴുതുന്ന നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, കോംപ്ലക്സ് നമ്പർ. എന്താണ്, എ നമ്പർ ഓഫ് ദി ഫോം ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഐ ഈസ് കോൾഡ് കോംപ്ലക്സ് നമ്പർ. ഇതിന് എക്സിനെ നമ്മൾ റിയൽ പാർട്ട് എന്നും, എക്സിന് നമ്മൾ പറയുന്ന പേര് റിയൽ പാർട്ട് എന്നും, റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്നും, വൈന് നമ്മൾ ഇമാജിനറി പാർട്ട് എന്നും പറയുന്നു. ഓക്കെ, ഈ ഐയുടെ വാല്യൂ, ഐ എന്ന് വിളിക്കുന്നത് √-1 ആണ്. അതെങ്ങനെ വരുന്നതൊക്കെ ഞാൻ ഡീപ്പായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് പോയി നോക്കണം കേട്ടോ. നമുക്കതൊന്നും ആവശ്യമില്ലെങ്കിലും ഇത് പ്രോബ്ലം ചെയ്യാം. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. I², ഐനൊന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര വരിക, -1 കിട്ടും. ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യണേ. നമുക്കിത് നല്ലതായിട്ട് യൂസ് വരുന്നുണ്ട്. I² വാല്യൂ എത്രയാണ്, -1 ആണ്. I³ എന്ന് പറഞ്ഞാൽ -i ആണ്. I⁴ = 1. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നീറ്റായിട്ട് പഠിക്കണം. അതുപോലെ ഒരു കാര്യം കൂടിയിട്ട് 1/i = -i. ഇത് ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പോളിയുടെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാവേ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അതാണ് എക്സാമിന് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം കോൺജുഗേറ്റ് ആണ്. ഫസ്റ്റ് എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ, ഞാൻ പറഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള തിയറിക്ക് പോകുന്നില്ല കൂടുതൽ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് ഒരു ക്വസ്റ്റ്യൻ. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഐ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ഇറ്റ്സ് കോൺജുഗേറ്റ്. അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്.
ഇസഡ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇസഡിന്റെ മുകളിൽ ഒരു വര വരയ്ക്കുക. ഓക്കെ, ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഐ. ഇതിന്റെ മീനിങ് ഈ ഐയുടെ കോഎഫിഷ്യന്റിന്റെ സൈൻ മാറ്റുക എന്നാണ്, ചിഹ്നം മാറ്റുക. ഓക്കെ, ഇതിൽ നിന്ന് കഴിഞ്ഞ 3 വർഷവും ശ്രദ്ധിച്ചോളേ, കഴിഞ്ഞ 3 വർഷവും ഒരു ക്വസ്റ്റിന് 1 മാർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത്. ശ്രദ്ധിച്ചു പോയ 1 മാർക്ക് ഇപ്പൊ തന്നെ സെറ്റായി. എന്താണ് കോൺജുഗേറ്റ് എന്ന് മനസ്സിലാക്കുക. അതായത് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഐയുടെ ഫ്രണ്ടിലുള്ളതിന്റെ സൈൻ മാറ്റുക. 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ. അതായത് ഇപ്പൊ ഇസഡ് ഈക്വൽ ടു 2 + 3i ആണെന്ന് വെക്കുക. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്. കഴിഞ്ഞ 3 വർഷം ചോദിച്ചിട്ടുണ്ട്. ഇസഡ് ബാർ എന്ന് പറഞ്ഞാല് ഈ ഐയുടെ ഫ്രണ്ടിലുള്ള സൈൻ മാറ്റുക. ഐയുടെ ഫ്രണ്ടിലുള്ള സൈൻ മാറ്റുക. ഓക്കെ, അപ്പോ ഇസഡ് ഈക്വൽ ടു 2 + 3i ആണല്ലേ. അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാല് ഈ ഐയുടെ ടേമില് ഐ വരുന്നതിന്റെ ഫ്രണ്ടില് 3 അല്ലേ, +3, അതിന്റെ സൈൻ മാറ്റുക 2 - 3i. ഇങ്ങനെ എഴുതിയാൽ മതി. ഇത്ര എഴുതി കഴിഞ്ഞാല് നമുക്ക് 1 മാർക്ക് കിട്ടി. ശ്രദ്ധിക്കുക, 2021 ഇതാണ് ചോദിച്ചത്, 2023 ഇതാണ് ചോദിച്ചത് കേട്ടോ. ഇത് ഈ സെയിം ക്വസ്റ്റൻ അല്ല, ക്വസ്റ്റൻ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് വളരെ സിമ്പിൾ ആണ്. ഐയുടെ ഫ്രണ്ടിൽ സൈൻ മാറ്റുക. ഞാൻ വേറൊരു എക്സാമ്പിൾ ചെയ്യാവേ. ഇസഡ് ഈക്വൽ ടു 1 - 5i. ഇസഡ് ഈക്വൽ ടു 1 - 5i ആണെന്ന് വെക്കുക. അപ്പൊ ആലോചിച്ചൊക്കെ എന്തായിരിക്കും കോൺജുഗേറ്റ്? ഇസഡ് ബാർ ഈക്വൽ ടു ഈ ഐയുടെ ഫ്രണ്ടിലുള്ള ഐയുടെ കോഎഫിഷ്യന്റ് സൈൻ മാറ്റുക. അപ്പൊ എത്ര വരിക? 1 - 5iയുടെ കോൺജുഗേറ്റ് എന്താ വരിക? 1 + 5i. മനസ്സിലാവുന്നുണ്ടോ? ഒരെണ്ണം കൂടെ. ഇസഡ് ഈക്വൽ ടു -3i + 2. ഇതിന്റെ കോൺജുഗേറ്റ് എന്താ വരിക? -3i + 2. സോറി, ഇസഡ് ആണ്. ഇസഡ് ഈക്വൽ ടു -3i + 2. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എന്താ? ഐയുടെ ഫ്രണ്ടിലുള്ളതിന്റെ സൈൻ മാറ്റുക. ഐയുടെ ഫ്രണ്ടിൽ ആരാണ്? നമ്മൾ പെട്ടെന്ന് എഴുതിക്കുന്ന അറിയോ? നേരെ മിക്കവരും എഴുതിക്കും -3i - 2. സെന്ററിലത്തെ സൈൻ മാറ്റും. ശ്രദ്ധിക്കരുത്, നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി തരേ. സെന്ററിലെ സൈൻ അല്ല മാറ്റേണ്ടത്. എങ്ങനെ മാറ്റേണ്ടത്? ഐ എന്ന് പറയുന്ന ടൈമല്ലേ, ഐയുടെ ഫ്രണ്ടിൽ -3 അല്ലേ, അതിന്റെ സൈനാണ് +3i + 2 ട്ടാ. പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല, 3i + 2 ആണ്. ഓക്കെ, തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. 2ന്റെ സെന്ററിലത്തെ സൈൻ അല്ല മാറ്റുന്നത്, ഐ വരുന്നതിന്റെ സൈനാണ് കേട്ടോ. കോൺജുഗേറ്റ് മനസ്സിലായി വിചാരിക്കുന്നേ. ഒരെണ്ണം എഴുതിയല്ലോ. ഇസഡ് ഈക്വൽ ടു 2i - 3. മിക്കവരും ഇസഡ് ബാർ എന്താ എഴുതുക? ഇസഡ് ബാർ 2i + 3 എന്ന് എഴുതുക. അങ്ങനെയല്ല, ഐയുടെ ഫ്രണ്ടില് ഐ ആരാണ് ഇവിടെ? 2 അല്ലേ, -2i - 3. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഐയുടെ ഫ്രണ്ടിലാണ്, സെന്ററിലല്ല. ഓക്കെ, ഐയുടെ ഫ്രണ്ടിൽ സൈൻ മാറ്റിയാൽ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ്. അപ്പൊ നമുക്ക് ഈ 2 വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2021 ക്വസ്റ്റൻ ആണ്. 2021 നവംബറിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദി കോൺജുഗേറ്റ് ഓഫ് 4 + 3i. ഫൈൻഡ് ദി കോൺജുഗേറ്റ് ഓഫ് 4 + 3i. മനസ്സിലായോ? 4 + 3iയുടെ കോൺജുഗേറ്റ് എന്താന്ന് എഴുതാം. നിങ്ങൾ തന്നെ പറഞ്ഞോ, എന്തായിരിക്കും? യെസ്, 4 - 3i. എന്താ വരിക? ഇസഡ് ഈക്വൽ ടു 4 + 3i ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റിനെ നമ്മൾ ഇസഡ് ബാർ എന്ന് വിളിക്കുക. ആ 3iയുടെ ഫ്രണ്ടിലെ സൈൻ മാറ്റുക, 4 - 3i. ഇതാണ് 2021 റിവിഷന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് ആണല്ലോ. 2023 കോൺജുഗേറ്റ് കാണാനാണ് ചോദിച്ചത്. 2023 ക്വസ്റ്റ്യൻ 2023 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റൻ തന്നെയാണ്. ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് -5 - 2i. -5 - 2. എല്ലായിടത്തും സൈൻ മാറ്റരുത്, ഐയുടെ കോഎഫിഷ്യന്റിന്റെ സൈൻ ആണ് മാറ്റേണ്ടത്. അപ്പൊ എന്താണ്? ഇസഡ് ഈക്വൽ ടു -5 - 2i ആണെങ്കിൽ വാട്ട് ഈസ് ദ കോൺജുഗേറ്റ്? ആൻസർ നിങ്ങൾ പറഞ്ഞോ. എന്താ ചെയ്യേണ്ടത്? യെസ്, എന്താണ്? കിട്ടിയില്ലേ? എന്താണ്? -5 + 2i. ഈ മൈനസ് മാറ്റിയിട്ട് പ്ലസ് ആക്കുന്നതിന് വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ്. സെന്ററിലല്ല, ഐ എവിടെയാണോ, ശ്രദ്ധിച്ചോളെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരും. ഐ എവിടെയാണോ അതിന്റെ ഫ്രണ്ടിലെ സൈൻ മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ്. അപ്പോൾ 1 മാർക്ക് സെറ്റായി. നമുക്ക് ജയിക്കാൻ വേണ്ടതിൽ നമ്മൾ ഒരു കടമ്പ കടന്നു, 1 മാർക്ക് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. അതായത് ഇതിന്റെ കോൺജുഗേറ്റ് നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ 2 കാര്യം കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞൂട്ടാ. അത്ര വലിയ റിസ്ക് ഒന്നും ഇല്ല, വളരെ സിമ്പിൾ ആണ്. ഒന്ന് ശ്രമിക്കുക, ഒന്ന് ആഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അടുത്തേക്ക് പോകല്ലേ. അടുത്ത ടോപ്പിക്കിന്റെ പേരാണ് മോഡുലസ്.
മോഡുലസ് ഓഫ് ഇസഡ്, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് കാണാൻ ചോദിക്കും. അതായത് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആയി ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ മോഡുലസ് കാണാനാണ് ചോദിക്കുക. അതായത് മോഡുലസ് ഓഫ് ഇസഡ് ഈസ്, അതിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്, രണ്ട് ലൈനിന്റെ ഉള്ളിൽ ഇസഡ് എഴുതും. മനസ്സിലായോ? മോഡുലസ് ഓഫ് ഇസഡ് കാണാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ശ്രദ്ധിച്ചോണ്ടേ, 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ. 3 മാർക്ക് കൊണ്ട് 7 മാർക്ക് ചോദിക്കാറുണ്ട്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. മോഡുലസ് ഓഫ് ഇസഡ് എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ എക്സിന്റെ സ്ക്വയർ പ്ലസ് വൈന്റെ സ്ക്വയർ. അതായത് ഞാൻ എക്സാമ്പിൾ എഴുതാവേ. ഇസഡ് ഈക്വൽ ടു 2 + 3i ആണെന്ന് വെക്കുക. ഇസഡ് ഈക്വൽ ടു 2 + 3i ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? 2. ആദ്യം കാണുന്ന റിയൽ പാർട്ട്. മനസ്സിലായോ? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എക്സ് എന്ന് പറഞ്ഞാലാണ് റിയൽ പാർട്ട് 2. വൈ എന്ന് പറയുന്നതോ ഇമാജിനറി പാർട്ട് 3. എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട്, വൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട്. അപ്പോൾ മോഡ് ഇസഡ് എന്താ വരിക? ഫോർമുല റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ, വൈ എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ. 3i പറയരുത്, കുറെ പേര് തെറ്റിക്കൂട്ടാ. 3i എന്ന് എടുക്കരുത്. 3 ആണ് റിയൽ പാർട്ട് 2ഉം ഇമാജിനറി പാർട്ട് 3 ആണ്. ഐ വരുന്ന ടേം ആണ്. കുറെ പേര് തെറ്റിക്കുന്നത് എന്താ അറിയോ? ഐ കൂടി ചേർത്ത് എഴുതും. ഐ എഴുതാൻ പാടില്ലേ. 3 ആണ് വൈ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ കുറെ പേർക്ക് സ്ക്വയർ കാണാനും കൂട്ടാനും ഒന്നും അറിയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കാൽക്കുലേറ്റർ എടുക്കുക. സയന്റിഫിക് കാൽക്കുലേറ്റർ എടുക്കാൻ അതുണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് റൂട്ട് അടിക്കണ്ട. റൂട്ട് ടൈപ്പ് ചെയ്യാതെ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അടിച്ചാൽ മതി. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മൈനസ് വരുമ്പോൾ ബ്രാക്കറ്റ് ഇടണം കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് റൂട്ട് ടൈപ്പ് ചെയ്യരുത്. റൂട്ട് ടൈപ്പ് ചെയ്താൽ മിസ്റ്റേക്ക് വരും. റൂട്ട് ടൈപ്പ് ചെയ്യാതെ കാൽക്കുലേറ്ററിൽ 2 ടൈപ്പ് ചെയ്യുക. സ്ക്വയർ മുകളിലുണ്ട്, റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അത്രയും ചെയ്താൽ മതി. മാത്സ് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. മാത്സ് അറിയുന്നവർ ചെയ്യുക. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. എത്രയാണ്? 4. 3 സ്ക്വയർ എന്ന് പറഞ്ഞാലോ 3 × 3 9. 9ഉം 4ഉം ആഡ് ചെയ്യുക. ആഡ് ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യുക? 4 + 9 അടിച്ചോളൂ ഇവിടെ. നിങ്ങൾ അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. കാൽക്കുലേറ്ററിൽ 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയറിന് അടിച്ചാൽ മതി. അപ്പോൾ ആൻസർ ഉടൻ തന്നെ നമുക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ മോഡുലസ് എത്രയേ ഉള്ളൂ? റൂട്ട് 13. മനസ്സിലായോ? ഇത് നമുക്ക് 7 മാർക്കിന്റെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ഉണ്ട്, ഒരു 7 മാർക്കിന്റെ. അപ്പോൾ 10 മാർക്ക് കേട്ടോ. മോഡുലസും ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, അതുകൂടി പഠിച്ചാൽ 10 മാർക്ക് കിട്ടി. 10 മനസ്സിലായല്ലോ? വലിയ റിസ്ക് ഒന്നുമില്ലേ. ഒറ്റ ക്ലാസ്സോടെ നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരൊറ്റ ടോപ്പിക് മോഡുലസും ആംപ്ലിറ്റ്യൂഡും ആണ് കാണാൻ പറയുക കേട്ടോ. മോഡുലസ് ഇത്ര എഴുതിക്കുക. എന്താണ് മോഡുലസ് എന്ന് പറഞ്ഞാൽ? മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സെറ്റ് അല്ലേ? അതിന് പ്രോബ്ലം ചെയ്യാവേ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും മോഡുലസും ആംപ്ലിറ്റ്യൂഡും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടി പറയണേ. മോഡുലസ് അതുപോലെ ആംപ്ലിറ്റ്യൂഡ്. മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഇതാണ് ചോദിക്കുക. അടുത്ത ടോപ്പിക്കാണ് ആംപ്ലിറ്റ്യൂഡ്. മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇസഡ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്ന് വിളിക്കാറുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇസഡിനെ AMP ഓഫ് ഇസഡ് എന്നാണ് സിമ്പിള്. ഓക്കെ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ വലിയ കുറച്ചുകൂടെയും ബേസ് അറിഞ്ഞ് പഠിക്കുമ്പോൾ ഈ ഫോമിൽ ഇങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ പോളിടെക്നിക്കൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും കേട്ടോ. നമ്മുടെ ആൻസർ കീയിലൊക്കെ അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പഠിപ്പിക്കുകയാണ്. നിങ്ങളെ കഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോമുല. ഇതിലിപ്പോൾ ഈ വേറെ ആരെങ്കിലും BSc മാത്സുകാരൊക്കെ ഇത് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. തൽക്കാലം പോളിടെക്നിക്കിലെ പിള്ളേർക്ക് ഇത്ര മതി. തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് y/x. ഇങ്ങനെ എഴുതിയ ഡിഗ്രിക്കാർക്ക് ഇങ്ങനെ എഴുതി മാത്രം മാർക്ക് കിട്ടില്ല. അപ്പോൾ tan ഇൻവേഴ്സ് y/x അതുകൊണ്ട് പോയല്ലോ. ഓക്കെ. അപ്പോൾ തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് y/x. അപ്പോൾ പറഞ്ഞു വന്നത് ഹയർ സ്റ്റഡീസിന് പഠിക്കുന്നവർ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പോളിയിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം ഈ ഒരു ഫോമുലനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ല. കാരണം നമുക്ക് കുറച്ചുകൂടി സിമ്പിളാണ്. എങ്ങനെയെങ്കിലും ജസ്റ്റ് അതായത് എല്ലാവരും പേപ്പർ വാല്യൂഷനൊക്കെ വളരെ ലിബറലൊക്കെയാണ്. പക്ഷെ ഞാൻ പേപ്പർ നോക്കുമ്പോഴേ ഒരു ബണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 17 പേപ്പറിൻ്റെ എടുത്തു കഴിഞ്ഞാൽ
15 പേരും ചിലപ്പോൾ 0 ആയിരിക്കും, ഒന്നും എഴുതിയിട്ടുണ്ടാവില്ലേ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ എഴുതുക. എന്തെങ്കിലുമല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാം. പാസ്സായില്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്താ പറയുക, ഇപ്പം നമ്മളൊന്നും അറിയില്ല, ഇപ്പം ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. പക്ഷേ റിസൾട്ട് വന്ന് ഒരു 1-2 വർഷം കഴിഞ്ഞ് തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ സപ്ലൈ ഉള്ളവർ ഒരുപാട് പേരുണ്ടാവേ, അവർ വീണ്ടും നിങ്ങളെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ റെഗുലറായിട്ട് പഠിക്കുന്നത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആയിട്ടാണ് പാസ്സായി നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഇതിന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എന്തിനാ വെറുതെ ഈ 2 സെമ്മ് കഴിഞ്ഞാൽ നമ്മൾ മാത്സ് കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പോളി പാസ്സാവാനും പറ്റും കേട്ടോ. ഓക്കെ, കുറേ പേരുണ്ട് എൻ്റെ അടുത്ത് ട്യൂഷന് വന്നവരും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അനുഭവം കൊണ്ട് പറയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ സെമ്മ് ഇവിടത്തോടെ തീർന്നു. പിന്നെ ഒരു സെമ്മ് കൂടി മാത്സുള്ളൂ, നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഇത്രയും ഫോമിൽ പഠിച്ചാൽ മതി. മോഡുലസ് എന്ന് പറഞ്ഞാൽ √(x² + y²) ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് y/x. ഇത് മാത്രം പഠിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് സെറ്റായി. ഒരു 7 മാർക്കും കിട്ടും, ഒരു എന്താ പറയുക 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാണേ. യെസ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ 2021 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പം ഈ 3 വർഷത്തെ ഇത്രയും പറഞ്ഞ ടോപ്പിക്, കോൺജുഗേറ്റും മോഡുലസും ആംപ്ലിറ്റ്യൂഡ്, ഇത്രയും പറഞ്ഞ ടോപ്പിക് മാത്രമാണ് ഇപ്പം നോക്കുന്നത്. യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 പാർട്ട് എ എന്ന് പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിൽ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് 4 + 3i. 4 + 3iയുടെ കോൺജുഗേറ്റ് നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ആൻസർ എന്താണ്? 4 - 3i എഴുതിയ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എഴുതുമ്പോൾ Z = എന്നൊക്കെ എഴുതാം, Z ബാർ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ കാണാൻ നല്ല രസം ഉണ്ടായിരിക്കും. പേപ്പർ നോക്കുന്നത് അത് അവർക്ക് എന്താ പറയുക, ഒന്ന് നീറ്റായിട്ട് എഴുതാം. ടീച്ചേഴ്സ് പേപ്പർ നോക്കുമ്പോൾ എന്തൊക്കെയോ നിങ്ങൾ എഴുതിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് നീറ്റായിട്ട് എഴുതാം കേട്ടോ. യെസ്, സെക്കൻഡ് പാർട്ട് ബിയിൽ ചോദിക്കുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി ചോദിച്ചതാണ്, 2021 ഫൈൻഡ് മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 1 + √3i. മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 1 + √3i. ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത് എഴുതാം Z = 1 + √3i. എഴുതുമ്പോൾ കുറച്ച് നീറ്റായിട്ട് എഴുതാം കേട്ടോ. എക്സാം ആണ് എഴുതുന്നത് എന്നുള്ള ബോധം ഉണ്ടാവണേ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോരുത്, നീറ്റായിട്ട് എഴുതാം. Z = 1 + √3i. അതിൽ കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ എന്താണ് എക്സ്, ഈ ടേം അല്ലേ, ഐ വരാത്ത ടേം എക്സ്. ഇപ്പം x1 ആണ്, y ഏതാ, ഐയുടെ കൂടെ വരുന്ന ടേമാണ്. y എന്ന് പറഞ്ഞാൽ ആരാണ് ഇപ്പോൾ? √3. നോക്കണേ, x എന്ന് പറഞ്ഞാൽ 1, y എന്ന് പറഞ്ഞാൽ √3. ശരിയല്ലേ? റിയൽ പാർട്ട് എക്സ് ഇത് കിട്ടി. ഇനി ഓരോന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് ഹെഡിങ് എഴുതാം, മോഡുലസ് ഓഫ് Z എന്നൊരു ചെറിയ ഹെഡിങ് ഒക്കെ കൊടുക്കുക. ഒരു രസം കേട്ടോ. എന്നിട്ട് എന്താ ഫോർമുല? താഴെ mod Z = √(x² + y²). അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √(x) എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് നമ്പർ നോക്കുക? 1ന്റെ സ്ക്വയർ പ്ലസ് y² √3യുടെ സ്ക്വയർ. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതിയേ, ഇതേപോലെ ബ്രാക്കറ്റ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, = ശ്രദ്ധിക്കുക, കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യുക, കാൽക്കുലേറ്റർ എടുക്കുക, സയന്റിഫിക് കാൽക്കുലേറ്റർ എടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് 1 അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് വേണം സ്ക്വയർ അടിക്കാൻ. നോക്കണേ, ഇങ്ങനെ തന്നെ അടിക്കുക. കാൽക്കുലേറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഒരു 1 അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സ്ക്വയർ ഇടുക. ഓക്കെ, ഞാൻ മാത്സ് ബേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. പ്ലസ് അല്ലാത്തവർ ഡയറക്റ്റ് ചെയ്തോളൂ. വീണ്ടും ബ്രാക്കറ്റ് ഇടുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, √3 എന്ന് ബ്രാക്കറ്റിനുള്ളിൽ അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് സ്ക്വയർ അടിക്കുക. എന്നിട്ട് ഒറ്റയടിക്ക് = ജയിപ്പിക്കോ. കാൽക്കുലേറ്റർ ചെയ്യണം. ഒറ്റയടിക്ക് നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അല്ലാത്തവർ 1ന്റെ സ്ക്വയർ 1 ആണ്, √3യുടെ സ്ക്വയർ 4 ആണ്. 4 അല്ല, സോറി, √3യുടെ സ്ക്വയർ 3 ആണ്, അത് 4 ആണ്, സോറി. √3യുടെ സ്ക്വയർ 3 കേട്ടോ, മാറിപ്പോയി. ഓക്കെ, ഒരു റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ക്യാൻസൽ ആവുകയും ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. അപ്പോൾ 1 + 3 എന്താണ്? 4. അപ്പോൾ √4. ഇത് നമുക്ക് കാൽക്കുലേറ്റർ ഒറ്റയടിക്ക് √4 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ 4ന് റൂട്ട് ഉണ്ടോയെന്ന് അല്ലെ നമുക്ക് അറിയുന്ന കാര്യമാണ്. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ √4 എന്ന് അടിച്ചു കൊടുക്കുക.
√4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 2ന്റെ സ്ക്വയർ അല്ലേ 4. ഇത്ര എഴുതി കഴിഞ്ഞാൽ പകുതി മാർക്ക് കിട്ടി, 1.5 മാർക്ക് കിട്ടിയിട്ടാ. മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ആണ് ക്വസ്റ്റ്യൻ. മോഡുലസ് കണ്ടത് എന്താണ്? √(x² + y² ചെയ്തു, 1² + √3യുടെ സ്ക്വയർ എന്ന് കൊടുത്തു, 1 + 3 √4 2. ഇത് അറിയാത്തവരാണ് ഞാൻ പറഞ്ഞത്, കാൽക്കുലേറ്റർ ഇങ്ങനെ അടിച്ചു നോക്കിയാൽ മതി. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ റൂട്ടൊക്കെ എടുക്കുമ്പോൾ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ നമുക്ക് മോഡുലസ് കിട്ടി, 2 എന്ന് കിട്ടി. ഇനി എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. ഇതിന്റെ താഴെ എഴുതണേ, ശരിക്കും താഴെ എഴുതി വയ്ക്കുക, ആംപ്ലിറ്റ്യൂഡ് ഓഫ് Z എന്ന് ഹെഡിങ് കൊടുക്കാം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് Z, ഇസഡിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല എഴുതിയാൽ മതി. θ = tan 1 y/x. തൽക്കാലം ഇങ്ങനെ പഠിക്കാം. ഓക്കെ, tan 1 y/x ആണ്. ഇവിടെ നോക്കി പറഞ്ഞ y എന്താ? y √3, x 1 അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan 1 √3/1. ക്ലിയർ? കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്ററിലെ tan എന്ന് പറഞ്ഞ ടേം ഉണ്ടാവേ, ഷിഫ്റ്റ് tan അടിച്ചാൽ മതി. ഷിഫ്റ്റ് tan അടിക്കുക, ബ്രാക്കറ്റിൽ ഷിഫ്റ്റ് tan അടിച്ചാൽ tan 1 കിട്ടും. ബ്രാക്കറ്റിൽ √3/1. അപ്പോൾ √3 അല്ലേ, അല്ലെങ്കിൽ √3/1 അടിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ കാൽക്കുലേറ്റർ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ 60 ഡിഗ്രി എന്ന് കാണിക്കും കേട്ടോ. അത് എഴുതി വെച്ചാൽ മതി. ഇത് കഴിഞ്ഞു. അല്ലെങ്കിൽ π/3 എന്ന് പറയണേ. π/3 നമുക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, പോളിടെക്നിക് പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മതി. കേട്ടല്ലോ? കാൽക്കുലേറ്റർ എന്താ കിട്ടുന്നത് അത് എഴുതി വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. ഇതിൽ മാത്സിന്റെ റൂളുകളൊന്നും നോക്കുന്നില്ല, നമ്മൾ ഫുൾ കാൽക്കുലേറ്റർ കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ tan 1 √3യുടെ വാല്യൂ 60 ഡിഗ്രി എന്ന് എഴുതിയാൽ മതി. കാൽക്കുലേറ്ററുള്ള വാല്യൂ എഴുതിയാൽ മതി കേട്ടോ. ഒരു കാര്യം കൂടി ഉണ്ട്, കാൽക്കുലേറ്ററിൽ നിങ്ങൾ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് മാറിയിട്ടുള്ളത് അറിയില്ല. മോഡിൽ ഡിഗ്രി എന്നുള്ള ഓപ്ഷൻ വരണം കേട്ടോ. ശ്രദ്ധിക്കണേ, മോഡ് പ്രസ് ചെയ്തിട്ട് ഡി എന്നുള്ള സിമ്പിൾ കാൽക്കുലേറ്റർ ഉണ്ടോ നോക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അല്ലാത്ത ഇത് ബൈഹാർട്ട് ചെയ്യാം. tan 1 0 എന്ന് പറയുന്നത് 0 ആണ്. tan 1 1/√3 എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. tan 1 1 എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. tan 1 എത്രയാണ്? √3 എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇത് ബൈഹാർട്ട് ചെയ്യേണ്ടവർക്ക് ബൈഹാർട്ട് ചെയ്യാം. tan 1 1/0 എന്ന് പറയുമ്പോൾ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയട്ടെ. സോറി, 90 ഡിഗ്രി. 1/0 നോട്ട് ഡിഫൈൻഡ് അല്ലേ. അങ്ങനെ വരികയാണെങ്കിൽ 90 ഡിഗ്രി ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ബൈഹാർട്ട് ചെയ്യേണ്ടവർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് മോഡുലസും ആംപ്ലിറ്റ്യൂഡും കാണാൻ. ഓക്കെ, അപ്പോൾ മോഡുലസ് കാണാൻ ഒന്നുകൂടി കുറച്ച് ലെങ്ത് കൂടി തോന്നുന്നില്ലേ പറഞ്ഞപ്പോൾ, ഒന്നുകൂടി ഒന്ന് സ്പീഡിൽ പറയണേ. മോഡുലസ് കാണാൻ പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മോഡുലസ് കാണാൻ പറയുമ്പോൾ √(x² + y² കണ്ടാൽ തീർന്നു. ആംപ്ലിറ്റ്യൂഡ് കാണാൻ പറഞ്ഞല്ലോ, tan 1 y/x കഴിഞ്ഞാൽ അതും തീർന്നു കേട്ടോ. 3 മാർക്കായേ. രസം എന്താണെന്നറിയോ? 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു. 2021 ചോദിച്ച 7 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഇത് തന്നെയായിരുന്നു. അതായത് ഫൈൻഡ് മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 ക്വസ്റ്റ്യൻ. ഫൈൻഡ് പാർട്ട് സി ഇതാ. 2021 ചോദിച്ച പാർട്ട് സി ഇതായിരുന്നേ. ഫൈൻഡ് മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. -1 - 2i. നമ്പർ 2 -2 + 3i. ഫൈൻഡ് മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് നമ്പർ. ഇതാണ് 2021 പാർട്ട് സിയിൽ ചോദിച്ച 7 മാർക്കിന്റെ നമ്മുടെ എസ്ഐ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2ന്റെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് കാണും. ഒന്ന് തുടങ്ങാം. ഫസ്റ്റത്തെ എഴുതുന്ന നമ്പർ 1 Z = -1 - 2y. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിന്റെ വാല്യൂ -1 ആണ്, വൈയുടെ വാല്യൂ -2 ആണ് അല്ലേ. എക്സിന്റെ വാല്യൂ -1 ആണ്, വൈയുടെ വാല്യൂ -2 ആണ്. റിയൽ പാർട്ട് -1, ഇമാജിനറി പാർട്ട് -2. ശരിയല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ശ്രദ്ധിച്ച് നോട്ടിൽ എഴുതിക്കൊള്ളേ, എഴുതിത്തരം മനസ്സിലാവുള്ളൂ. ഇനി ഇവിടെ ഹെഡിങ് കൊടുക്കുക, മോഡുലസ്. മോഡുലസ് ഓഫ് Z എന്ന ഹെഡിങ് കൊടുക്കുക. എന്താണ് ഫോർമുല? √(x² + y². √(x) എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1ന്റെ സ്ക്വയർ പ്ലസ് തന്നെയാണ് ഇവിടെ -2ന്റെ സ്ക്വയർ. നോക്കണേ, പ്ലസ് തന്നെയാണ് ഇടുന്നത് കേട്ടോ. മൈനസ് വന്നാലും നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് മൈനസ് സ്ക്വയർ ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞ കാൽക്കുലേറ്റർ ഉള്ളവർക്ക് സുഖമാണ്. ബ്രാക്കറ്റ് ഇടുക, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ -1 ഇടുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സ്ക്വയർ പ്ലസ്, വീണ്ടും ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, -2 അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ മറക്കരുത്, ക്ലോസ് ചെയ്തിട്ട് സ്ക്വയർ. ഒറ്റയടിക്ക് ആൻസർ √5 എന്ന് കിട്ടേ. അല്ലാത്തവര് മൈനസിനെ സ്ക്വയർ ചെയ്താൽ പ്ലസ് കിട്ടും. 2ന്റെ സ്ക്വയർ +4 ആണ് കേട്ടോ.
അപ്പോൾ √5 എന്ന് എഴുതിച്ചാൽ മതി. കാൽക്കുലേറ്റർ ഉള്ളവർക്ക് ഇവിടെ നിന്ന് തന്നെ ഒറ്റയടിക്ക് ആൻസർ √5 കിട്ടും കേട്ടോ. ഓക്കെ, ഇതാണ് മോഡുലസ്. ഇനി എന്ത് ചെയ്യുന്നു? ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇസഡ് എന്ന് ഹെഡിങ് കൊടുക്കാം. തീറ്റ ഈക്വൽ ടു tan inverse y/x. ഓക്കെ, തീറ്റ ഈക്വൽ ടു tan inverse y/x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. tan inverse y ആരാ നോക്കുക? -2 by -1. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വാല്യൂ അറിയില്ല. ഒന്നുകിൽ tan inverse to കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഈ രണ്ട് മൈനസിന് കട്ട് ചെയ്ത് കളഞ്ഞു, മുകളിൽ താഴെ മൈനസ് അതിന് കട്ട് ചെയ്തു. tan inverse 2/1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, tan inverse 2 എന്ന് പറഞ്ഞാലും മതി. ഇതാണ് നമുക്ക് ആൻസർ കീയിൽ ഇതുവരെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? എന്താ ചെയ്തത്? മോഡ് √(x² + y², ആംപ്ലിറ്റ്യൂഡ് tan inverse y/x. ഒന്ന് പറഞ്ഞു നോക്കുക. മോഡുലസ് എന്ന് പറഞ്ഞാൽ √(x² + y², ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ tan inverse y/x. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറഞ്ഞുതരാവേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നത് -2 + 3 ആയി. അപ്പൊ z ഈക്വൽ ടു അല്ലേ, അപ്പൊ x എത്രയാ? -2, y എന്ന് പറഞ്ഞാലോ 3. ശരിയല്ലേ? മോഡുലസ് കണ്ടോളൂ. മോഡുലസ് നീറ്റായിട്ട് എഴുതട്ടെ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് കാണിക്കണേ. ഇങ്ങനെയൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് ഇവിടെ പൂവൊക്കെ വരച്ചു. ഓക്കെ, മോഡുലസ് ഓഫ് z എന്താണ്? മോഡ് z ഈക്വൽ ടു √(x² + y². ശരിയല്ലേ? ഈക്വൽ ടു √(x) എത്രയാണ്? -2ന്റെ സ്ക്വയർ + 3ന്റെ സ്ക്വയർ. കാൽക്കുലേറ്റർ കൂട്ടി നോക്കുക. കാൽക്കുലേറ്റർ ഞാൻ പറഞ്ഞ പോലെ മൈനസ് വരുന്നുണ്ട്, ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഒക്കെ കയ്യിൽ നിന്ന് കൂട്ടാം. അതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, -2 ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സ്ക്വയർ പ്ലസ് അടുത്ത ബ്രാക്കറ്റ് 3, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സ്ക്വയർ. അപ്പോൾ ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ 9 + 4 13 വരും കേട്ടോ. അല്ലാത്തവര് 4 + 9 ഈക്വൽ ടു √13. ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അതുപോലെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇസഡ് ക്ലിയർ അല്ലേ? അത് എത്ര വരിക? തീറ്റ ഈക്വൽ ടു tan inverse y/x. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. tan inverse y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/-2. അതിന് നമുക്ക് -3/2 എഴുതാം. tan inverse -3/2 ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. തൽക്കാലം ഇത് സിംപ്ലിഫൈ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നോക്കി വെക്കാം. 2021 ചോദിച്ച 7 മാർക്ക് നമുക്ക് സെറ്റാണ്. അതുപോലെ 3 മാർക്ക് നമുക്കറിയാം. ഒരു 1 വേർഡ് 11 മാർക്കായിട്ടാ. ഇനി കോംപ്ലക്സ് നമ്പറിന്റെ ഒരു പ്രോഡക്റ്റും ഡിവിഷനും ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് 2022 ഇത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതി തരുന്നുണ്ട്. നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. വർക്കൗട്ട് ചെയ്ത് നോക്കുക ശരിയാണോ എന്ന്. ഞാൻ ആൻസർ വേണമെങ്കിൽ ഒറ്റയടിക്ക് പറയാം, സ്റ്റെപ്പ് ഞാൻ പറയുന്നില്ല. ക്വസ്റ്റ്യനും ആൻസറും മാത്രം ചുമ്മാ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പൊക്കെ നിങ്ങൾ ഇതേപോലെ എഴുതി ചെയ്യണേ. 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വർക്കൗട്ട് ചെയ്ത് നോക്കുക. 2022 ചോദിച്ചാണ്. ഫസ്റ്റ് 1 മാർക്ക് ഇതാണ്. ഫൈൻഡ് മോഡുലസ് ഓഫ് -2y. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ z ഈക്വൽ ടു റിയൽ പാർട്ട് ഇല്ല കേട്ടോ. -2y എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ x എന്ന് പറഞ്ഞത് ഇല്ല. അപ്പോൾ x 0 ആണ്, y എന്ന് പറയുന്നത് -2 ആണ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? √(x² + y², √0ന്റെ സ്ക്വയർ പ്ലസ് -2ന്റെ സ്ക്വയർ. അപ്പോൾ √0 + 4 √4 = 2. ഇതാണ് മോഡുലസ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു നമ്പർ മാത്രം സൈൻ മാറ്റിയിട്ടുണ്ട്, ഇപ്പോൾ പ്ലസ് ആക്കി പറഞ്ഞാൽ മതി. എങ്കിലും ഇതാണ് സ്റ്റെപ്പ്. ഇത് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനിയുള്ളത് അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. 2023 ചോദിച്ചതാണ്. സോറി, 2022 ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഫൈൻഡ് മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 2022 ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 + 2y. 2 + 2y ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ആൻസർ പറയണോ? ആൻസർ പറയുമ്പോൾ മോഡുലസ് എന്ന് പറഞ്ഞാൽ √2² + 2² ആണ് വരിക. അപ്പോൾ √8 വരും. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ tan inverse 1 ആണ് കിട്ടുക. tan inverse 1 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കണേ. അടുത്ത 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2023 ചോദിച്ചതാണ്. ഫൈൻഡ് മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ്
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൂട്ട് 3 പ്ലസ് ഐ ഇസ് ഈക്വൽ ടു റൂട്ട് 3 പ്ലസ് ഐ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയണേ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് റൂട്ട് 3 ആണ്, വൈ എന്ന് പറയുന്നത് 1i ആണ്. ഒരു ഐ ഉള്ളൂ, അതിൻ്റെ അർത്ഥം y 1 ആണ്. ഓക്കെ, അത് ചെയ്ത് നോക്കട്ടെ, വർക്കൗട്ട് ചെയ്ത് ബാക്കി എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ. മോഡുലസ് എന്ന് പറയുന്നത് 2 കിട്ടും. തീറ്റ എന്ന് പറയുന്നത് ചെക്ക് ചെയ്തോളണേ 30 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. ചെക്ക് ചെയ്യണേ, 30 ഡിഗ്രി തോന്നണം. 1/√3. ഓക്കെ, 30 ഡിഗ്രി കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഒന്നല്ല കേട്ടോ, കുറച്ചുകൂടി ഉണ്ട്. 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്ന് വർക്കൗട്ട് ചെയ്യണേ. 1 2 3 കൊടുക്കാം അല്ലേ. 3 4 നാലാമത്തെ ക്വസ്റ്റ്യൻ. മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് -3 -4i. അതിൽ തന്നെ ഒന്നും കൂടി ഉണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 1 + i. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ആൻസർ പറയണോ? ഇതാണ് പ്രശ്നം. നിങ്ങൾ കമൻറ്റിൽ എല്ലാവരും ആൻസർ ചോദിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് പറയാം. ഇതിൻ്റെ മോഡുലസ് വരുന്നത് എത്രയാ? √3. അതും നമ്മൾ നേരത്തെ ചെയ്ത 3 4 അല്ലേ. 3 4 സ്ക്വയർ എത്രയാ? 9 + 4 സ്ക്വയർ 16. അപ്പോൾ 9 4 16 25 വരും. 25ന്റെ റൂട്ട് എടുക്കുമ്പോൾ 5 വരും. 5 ആണ് വരേണ്ട മോഡുലസ്. ചെക്ക് ചെയ്ത് നോക്കണേ, തെറ്റുണ്ടെങ്കിൽ പറയാം. ഓക്കെ, നമ്മൾ അത്ര പുലിയൊന്നുമില്ലെന്നേ, അതുകൊണ്ട് യെസ്. അടുത്തത് തീറ്റ = tan ഇൻവേഴ്സ് y/x ചെയ്യുമ്പോൾ 4/3 എന്ന് വരും. അത്ര ഏകദേശം മതി. സ്റ്റെപ്പ് നിങ്ങൾ എഴുതിക്കൊള്ളണേ, ഞാൻ ആൻസർ മാത്രമേ പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. -3 -4iയുടെ മോഡുലസും ആംപ്ലിറ്റ്യൂഡും കാണുക കേട്ടോ. ഓക്കെ അല്ലേ? ഇതിൽ മോഡുലസ് എടുക്കുമ്പോൾ 2 ആണ് വരിക, √2. കാരണം ഇത് രണ്ടും 1 അല്ലേ. എക്സും 1 ആണ്, വൈയും 1 ആണ് കേട്ടോ. ഐ എന്ന് പറയുമ്പോൾ ഒരെണ്ണം കേട്ടോ, 1i ആണ്. ഐ വെറും ഐ എന്ന് പറഞ്ഞാൽ 1i. ഓക്കെ, ദെൻ തീറ്റ = tan ഇൻവേഴ്സ് 1/1 ആണ് വരിക. അപ്പോൾ 45 ഡിഗ്രി കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് സ്പീഡ് കൂടിയെന്ന് എനിക്കറിയില്ല, മനസ്സിലായോണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. നമ്മളിപ്പോൾ അത്രയും പഠിച്ച കാര്യങ്ങൾ എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ എന്തൊക്കെ പഠിച്ചു? കോൺജുഗേറ്റ് കാണാൻ പഠിച്ചു. അതായത് z = x + yi എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന് കോൺജുഗേറ്റ് കാണാൻ i കാണുന്നതിൻ്റെ സൈൻ കാണാൻ പഠിച്ചു. ഒന്നാമത്തെ ടോപ്പിക്ക് കോൺജുഗേറ്റ് പഠിച്ചു. രണ്ടാമത്തെ ടോപ്പിക്ക് എന്താണ്? മോഡുലസ് പഠിച്ചു. എന്താണ് മോഡുലസ് എന്ന് പറഞ്ഞാൽ? മോഡ് z എന്ന് പറയുന്നത് എന്താണ്? √(x² + y² എന്ന് കാണാൻ പഠിച്ചു. മൂന്നാമത്തെ ടോപ്പിക്ക് ആംപ്ലിറ്റ്യൂഡ് പഠിച്ചു. ആംപ്ലിറ്റ്യൂഡ് എന്താണ്? തീറ്റ = tan ഇൻവേഴ്സ് y/x. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലേ ഇപ്രാവശ്യത്തെ എക്സാമിന് മിനിമം 10 മാർക്ക് 11 മാർക്കെങ്കിലും കിട്ടും. 11 മാർക്ക് സെറ്റ് ആക്കട്ടോ. ഓക്കെ ആണല്ലോ? ഇനി ഇത് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഡിവിഷൻ, ഇത്രയും ടോപ്പിക് കൂടി ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ. എല്ലാം കൂടിയിട്ടാകുമ്പോൾ നിങ്ങളും പഠിക്കില്ല, എനിക്കും റിസ്ക് ആയിരിക്കും. നമുക്ക് ഇത്ര വലിയ ലെങ്ത് ആകും വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിക്കുക. പഠിച്ച് മനസ്സിലാവണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ചുമ്മാ മനസ്സിലാവേണ്ട കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്കത് ഹെൽപ്പ് ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാ ഫ്രണ്ട്സിനും, എല്ലാ കോളേജിലെ എല്ലാ പിള്ളേർക്കും, പ്രത്യേകിച്ച് മാത്സ് ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഫോർവേഡ് ചെയ്യട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.